നമസ്കാരം. LSS USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരളത്തെ മാലിന്യ വിമുക്തമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന പദ്ധതി ഏതാണ്? ആൻസർ: ശുചിത്വ മിഷൻ. 2000 500 രൂപ നോട്ടുകൾ പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ആൻസർ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഏതാണ്? വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഏതാണ്? ആൻസർ: പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത്. സസ്യവർഗത്തിലെ ഉഭയജീവി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ആൻസർ: പായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്ന്? അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. രാജേന്ദ്ര അർലേക്കർ ആണ് കറക്റ്റായ ആൻസർ. അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ: കായികം. അടുത്ത ക്വസ്റ്റ്യൻ: കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനം ഏതാണ്? കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനം പഞ്ചായത്ത് ഓഫീസാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ആൻസർ: ഫെബ്രുവരി 21. ഏത് കവയത്രിയുടെ ഓർമ്മയ്ക്കായി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ട് മാന്തോപ്പുകൾ പദ്ധതി? ആൻസർ: സുഗതകുമാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ ലോക പ്രശസ്ത നർത്തകി ആരാണ്? ആൻസർ: മല്ലിക സാരാഭായ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ: മാനന്തവാടി. അടുത്ത ക്വസ്റ്റ്യൻ: ബേപ്പൂരിൽ സ്ഥാപിതമാകുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം അറിയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ: ആകാശ മിഠായി. സർവദേശീയ വനിതാ ദിനം എന്നാണ്? ആൻസർ: മാർച്ച് 8. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? കേരള നിയമസഭാ സ്പീക്കർ ആൻസർ: AN ഷംസീർ. അടുത്ത ക്വസ്റ്റ്യൻ: രാജാ രവിവർമ്മ ഏത് കലാശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? രാജാ രവിവർമ്മ ഏത് കലാശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ചിത്രകല. ആൻസർ: ചിത്രകല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ: മണ്ണുത്തി. തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. UNO 2024 ഏതു വർഷമായി ആചരിക്കുന്നു? ആൻസർ: കാമിലിഡുകളുടെ വർഷം. കാമിലിഡുകളുടെ വർഷം. കേരള സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ആൻസർ: MD വാസുദേവൻ നായർ.
ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡൻ്റായ മലയാളി ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡൻ്റായ മലയാളി. ആൻസർ PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, വിതരണം, വ്യാപനം എന്നിവ തടയാൻ കേരള പോലീസ് രൂപം നൽകിയ പദ്ധതി. ആൻസർ യോദ്ധാവ്. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ രാഷ്ട്രപതി. ആൻസർ പ്രതിഭ പാട്ടീൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ആൻസർ ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ആൻസർ മിന്നുമണി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായം എന്താണ്? പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായം. ആൻസർ റോമൻ സംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ആൻസർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമിഡ് ആണ് കറക്റ്റായ ആൻസർ. പ്രകൃതി ജലത്തിൽ ഏറ്റവും ശുദ്ധമായത് ഏതാണ്? പ്രകൃതി ജലത്തിൽ മഴവെള്ളം. ആൻസർ മഴവെള്ളമാണ്. ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ പാൽ. അടുത്ത ക്വസ്റ്റ്യൻ. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം ഏപ്രിൽ 23. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ആൻസർ 140. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത്? ആൻസർ നിക്കോട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുള്ളത് ഏത് ഡാമിനെ ചൊല്ലിയാണ്? കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുള്ളത് ഏത് ഡാമിനെ ചൊല്ലിയാണ്? മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ. മികച്ച കർഷകന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം ഏതാണ്? മികച്ച കർഷകന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം കർഷകോത്തമ. കർഷകോത്തമ. മലയാള ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം നേടിയ എഴുത്തുകാരൻ ആരാണ്? മലയാള ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം നേടിയ എഴുത്തുകാരൻ G. ശങ്കരക്കുറുപ്പ്. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? അഗ്നിച്ചിറകുകൾ. ആൻസർ ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? മാതൃത്വത്തിൻ്റെ കവയിത്രി. ആൻസർ ബാലാമണിയമ്മ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.